നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ സൈറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു വില്ലുണ്ട്. വില്ലിൻ്റെ ഫ്രണ്ടിലാണ് ഇത് ഡൗൺ ടൗൺ ബുർജ് ഖലീഫ കാണുന്നുണ്ട്. ഇവിടെ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഇതാണ് കേട്ടോ വില്ല. അപ്പോൾ ഇതൊരു ഗ്യാരേജ് ഡോറാണ്, ഓട്ടോമാറ്റിക് ഡോറ്. അപ്പോൾ ഇവിടെ റിമോട്ട് ഇഷ്യൂ ഉണ്ട്, റിമോട്ട് വർക്ക് ചെയ്യണില്ല. അപ്പോൾ ടെസ്റ്റിംഗ് ആണ് കേട്ടോ. അത് റിമോട്ട് പ്രസ് ചെയ്യുമ്പോൾ LED ലൈറ്റ് കത്തുന്നുണ്ട്, പക്ഷേ ഗേറ്റ് ഓപ്പൺ ആണില്ല. അപ്പോൾ അത് ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ റിസീവറിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം. അത് വെള്ളമായിട്ട് അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ അതിന് പകരം നമ്മൾ ചേഞ്ച് ചെയ്യാൻ കൊടുക്കുന്ന സാധനമാണ് കേട്ടോ അത്. ഇതാണ് നമ്മളെ പുതിയ റിസീവർ. അതായത് ഇതാണ് സംഭവം, കണ്ടോ. ഇത് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ കമ്പനീൻ്റെയാണ്. ഓക്കെ, ഇതിൽ ഈ ഒരു ബ്ലാക്ക് വയർ കാണുന്നില്ലേ, അത് ഇതിൻ്റെ ആൻറ്റിനയാണ്. ഓക്കെ, ആൻറ്റിന ഈ സംഭവം മനസ്സിലായില്ലേ. പിന്നെ അതിന് ശേഷം നമ്മളെ പുതിയ റിമോട്ടാണിത്. 2 ബട്ടണില്ല റിമോട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ബട്ടണേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഇത് Cat 6 കേബിൾ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സ്ലീവ് കളയണം. അപ്പോൾ സ്ലീവൊക്കെ കളഞ്ഞു. സ്ലീവ് കളഞ്ഞതിന് ശേഷം നമുക്ക് 8 കേബിളാണല്ലോ ഇതിൽ വരിക. നമുക്ക് ആകെ 4 കേബിളേ ആവശ്യമുള്ളൂ. അപ്പോൾ 2 കേബിൾ, ഗ്രീൻ വൈറ്റ്, ഓറഞ്ച് വൈറ്റ്, ഗ്രേ വൈറ്റ് ആൻഡ് ബ്ലൂ വൈറ്റ്. അപ്പോൾ കണക്ഷൻ കൊടുത്തു. ഡബിൾ കേബിൾ ഇട്ടാൽ കൊടുത്തിട്ടോ. അതുവേ ഒന്ന് കട്ടായാലും ഡാമേജ് ആയാലും ഒന്നിൽ സിഗ്നൽ കിട്ടും, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പരിപാടി ഞാൻ കറക്റ്റായിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കണക്ഷന്, അതായത് ഇതിൽ വരുന്ന കണക്ഷന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഞാൻ ഈ ടച്ച് ചെയ്യണ ഭാഗങ്ങളില്ല, ഇത് GND, അതായത് ഗ്രൗണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ്, പോസിറ്റീവ്, പ്ലസ്, ഇവിടെ V+, പിന്നെ CH2, പിന്നെ CH1, ലാസ്റ്റ് ബ്ലാക്ക് വയർ കാണുന്നത് ആൻറ്റിന. അപ്പോൾ അത് ബ്ലൂവും ഓറഞ്ചും അത് നെഗറ്റീവ് പോസിറ്റീവാണ്. അതായത് 24 വോൾട്ട് AC സപ്ലൈ. പിന്നെ ചാനൽ CH2 ആണ് അതിൻ്റെ സിഗ്നൽ വരുന്നത് കൊടുത്തത്. ഓക്കെ, പിന്നെ ഇത് പഴയ റിസീവർ കേട്ടോ. ഇതാണ് ഇപ്പോൾ ഡാമേജ് ആയത്. ഇപ്പം ഞാൻ അയക്കണമൊന്നുമില്ല. പിന്നെ ഇതാണ് നമ്മൾ സപ്ലൈ എടുക്കുന്ന പോർട്ട്, 24 വോൾട്ട് AC സപ്ലൈ. പിന്നെ ഇതാണ് ഇതിൻ്റെ സിഗ്നലിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, റിമോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഓപ്പൺ ആവണം ആ സിസ്റ്റത്തിൻ്റെ കണക്ഷന്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ കണക്ഷൻ കൊടുക്കട്ടെ. കണക്ഷൻ കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളെ കണക്ഷൻ കൊടുത്തു. കണക്ഷൻ കൊടുത്തതിൻ്റെ തെളിവാണ് കാണുന്ന റെഡ് ഇൻഡിക്കേറ്റർ കേട്ടോ. അപ്പോൾ 24 വോൾട്ട് AC ആണ് ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. അത് ഈ ഒരു നമ്മുടെ മെഷീനുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അഡാപ്റ്റർ വെച്ച് കൊടുക്കണം. ഇത് നമ്മുടെ സിഗ്നലിൻ്റെ കണക്ഷനാണ്, റിസീവറിൻ്റെ സിഗ്നൽ കണക്ഷനാണ് ഈ കാണുന്നത്. ഗ്രീൻ ആൻഡ് ഗ്രേ കളർ വയർ. അത് ഗ്രേ അവിടെ ജോയിൻറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ ഫോട്ടോസെല്ലുണ്ട് സെൻസർ, അതിലേക്ക് കണക്ഷൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണക്ഷനൊക്കെ കൊടുത്തു. കണക്ഷൻ കൊടുത്തതിന് ശേഷം കണ്ടോ, ഇതിൽ ഒരു റെഡ് ഇൻഡിക്കേറ്റർ LED ഇങ്ങനെ കത്തും. അതിൻ്റെ അർത്ഥം ജസ്റ്റ് പവറിൽ സംഭവം ഡിവൈസ് ഓൺ ആണെന്നുള്ളത്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ റിമോട്ട് ഇതിൽ പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ കണ്ടോ, ലേൺ ടു എന്നുള്ള ബട്ടണാണ് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് 2 സെക്കൻഡ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു ഗ്രീൻ കളർ LED ലൈറ്റ് വരും. അപ്പോൾ അതാ ഞാൻ പ്രസ് ചെയ്യാണ് കേട്ടോ. പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ലൈറ്റ് വന്നു. അപ്പോൾ വന്ന ഉടനെ തന്നെ നമ്മളെ ബട്ടന്, റിമോട്ടിൻ്റെ ബട്ടൺമേൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലിങ്കായി ഓഫ് ആവും. അപ്പോൾ പെട്ടെന്ന് ബ്ലിങ്കായി ഓഫായി. അപ്പോൾ ബ്ലിങ്കായി ഓഫായി കഴിഞ്ഞതിൻ്റെ അർത്ഥം ആ പ്രോഗ്രാമിങ് അതിൽ കോപ്പി ആയി എന്നാണ് നമ്മളെ റിമോട്ടിൻ്റെ. അപ്പോൾ റിമോട്ട് പ്രസ് ചെയ്യുമ്പോൾ നമ്മളെ ബാരിയർ ഓപ്പൺ ആവും. നമ്മളെ ഗേറ്റ് എന്താണ് ഈ കണക്ഷൻ കൊടുത്തുണ്ടെങ്കിൽ അത് ഓപ്പൺ ആവും. പിന്നെ നമ്മൾ ഈ ഡിവൈസിൽ ഒരുപാട് ടൈം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം ഡിസ്കണക്റ്റ് ആവും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ആ റിമോട്ട് പ്രസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ മുമ്പ് കണ്ടോ, ഒന്നും കൂടി കാണിച്ചു തരാം. പ്രോഗ്രാമിങ് ശരിക്കും കോപ്പി ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഏകദേശം ഇപ്പോൾ അതാ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാരിയർ ഓപ്പൺ ആയി, കണ്ടോ, നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയി. വളരെ പെട്ടെന്നാണ്. ഇപ്പോൾ യൂണിവേഴ്സലിൻ്റെ സിസ്റ്റം ഒന്ന് അപ്ഡേഷൻ ആയിക്കണു. അതായത് ഭയങ്കര പെട്ടെന്നാണ് നമ്മളെ പ്രോഗ്രാമിങ് എന്താ പറയുക ക്യാച്ച് ചെയ്യണത്. മറ്റേത് കുറച്ച് ടൈം എടുത്തിരുന്നു. അപ്പോൾ പെട്ടെന്ന് അതിക്ക് കോപ്പി ആവും. പക്ഷേ ഇപ്പോൾ നമ്മളൊരു റിസീവറിൽ ഇപ്പോൾ ഒരു 200 റിമോട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കണം. വലിയ ബിൽഡിങ്ങിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്യും. 200 റിമോട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ ഒരുപാട് പ്രാവശ്യം, അതായത് ഒരു 10 സെക്കൻഡൊക്കെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ റിസീവറിൽ നമ്മളെ പ്രോഗ്രാമിങ് മൊത്തം ഡിസ്കണക്റ്റ് ആവും. എല്ലാ റിമോട്ടും ഡിസ്കണക്റ്റ് ആവും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ ഓപ്പൺ ആയി, ഓട്ടോമാറ്റിക് ക്ലോസ് ആയി, ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ഏതായാലും ചെറിയൊരു വർക്കും കൂടി ഇവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പഴയത് റിമൂവ് ചെയ്തത്. അപ്പോൾ കണ്ടോ താഴത്ത്, അതേപോലെ തന്നെ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഓപ്പൺ ആയി, വീണ്ടും ഓപ്പൺ ആയിട്ടോ. അപ്പോൾ 2 റിമോട്ടും പ്രോഗ്രാമിങ്ങും ഓക്കെയാണ്. ഫസ്റ്റ് റിമോട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ രണ്ടാമത്തെ റിമോട്ടാണ് ടെസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഇതാ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിമോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇതാക്കണ്ട, അവിടെ അതേമാതിരി ഗേറ്റ് നിൽക്കും. വീണ്ടും നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആവും.
1 ടൈം പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഓപ്പൺ ആവും കേട്ടോ. നമ്മൾ എത്ര വേണം പൊക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ വർക്ക് അങ്ങനെ ഫിനിഷായി ഗൈസ്. അപ്പോൾ നമ്മളെ ഗേറ്റ് ഓക്കെയാണ്, വേറെ കംപ്ലൈൻറ്റും ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളെ സേഫ്റ്റി ആയിട്ട് നമ്മളെ എന്താ പറയുക, നമ്മളുടെ റിസീവറൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചു. ചെറിയൊരു സ്ക്രൂ ഉണ്ട്, അതൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ മോട്ടർ കേട്ടോ, അതിലാണ് വർക്ക് ചെയ്യണത്. ഇതിൻ്റെ പഴയ റിസീവറാണ്, ജസ്റ്റ് കച്ചറയിലിടുക. പിന്നെ കണ്ടോ വേറൊരു പ്രശ്നമുണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഇതിൻ്റെ താഴെ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മുടെ മോട്ടറിൽ അഡ്ജസ്റ്റ് ചെയ്യണം, ആ ഒരു ഗ്യാപ്പ്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ കണ്ടോ സൈഡിൽ ചെറിയൊരു സംഭവം ഉണ്ട്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റാണത്. അതിൽ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവറോ, അതായത് ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ ഫുള്ളായിട്ട് ക്ലോസ് ആയി. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ചെയ്യാനുള്ളൂ, അതിമൊന്നും കൂടുതൽ ടൈം തിരിക്കാൻ വരില്ല. അപ്പോൾ സംഭവം മൊത്തം ഡാമേജ് ആവും സിസ്റ്റം. അപ്പോൾ അങ്ങനെ നമ്മളെ വർക്ക് ഫിനിഷ് ആയി. പ്രോപ്പറായിട്ട് നമ്മളെ ഗേറ്റ് എല്ലാം ക്ലോസ് ആയി. നമ്മളെ എന്താ പറയുക, ഓട്ടോമാറ്റിക് ഗേറ്റ് എന്നല്ല, ശരിക്കും ഗ്യാരേജ് ഡോർ എന്നാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ പുറത്ത് വന്നിട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ, ഓപ്പൺ ആക്കിയിട്ട്. അപ്പോൾ എന്തായാലും പ്രോപ്പറായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്, ക്ലോസ് ആവുന്നുണ്ട്, എല്ലാം പെർഫെക്റ്റാണ്. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വർക്ക് ഇവിടെ ഫിനിഷായി. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഗേറ്റ് ഉണ്ടോ ഫുള്ള് ഓപ്പണായി. ഇതാ ഞാൻ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ ക്ലോസ് ആവും. അപ്പോൾ ഇതാ ക്ലോസ് ആവലും തുടങ്ങി. ഓക്കെ, പിന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു, ജസ്റ്റ് പ്രസ് ചെയ്യണം, കണ്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ ക്ലോസ് ആയി. അപ്പോൾ വർക്ക് ഫിനിഷായി. ബാക്ക്ഗ്രൗണ്ടിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഒരുപാട് നോയ്സ് ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക, സോറി ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളെ വർക്ക് ഇവിടെ ഫിനിഷായിട്ടോ.